പ്രിയപ്പെട്ടവരെ നമസ്കാരം. നല്ല മഴയാണ്. മഴക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോരാത്ത മഴ. ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ കുറുപ്പിന് നെഞ്ഞത്ത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ മഴയുടെ ഒരു രീതി. പെയ്യാണെങ്കിൽ ദിവസം മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുക നിർത്താണ്ട്, അല്ലെങ്കിലോ മഴയേ ഇല്ല. പിന്നെ വേനൽക്കാലം പോലെ വെയില് അല്ലേ? അല്ല പിന്നെ എന്താ മഴയ്ക്ക് പറ്റിയാവോ? നമ്മൾ പ്രകൃതിനെ ദ്രോഹിച്ച് പ്രകൃതി തിരിച്ചടിയാൻ തുടങ്ങി. ചേട്ടൻ 2 കുട വാങ്ങിച്ചു. എന്റെ നിരന്തരമായ ഞാൻ പറയാൻ വേണ്ടിട്ടാ കൊണ്ടുവന്നേ. കാരണം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യണില്ല എന്നുള്ളത് പറയുമ്പോ അത് ചെയ്തു തന്നു എന്നും പറയണമല്ലോ. ഞാൻ എന്തിട്ട് പറഞ്ഞേ? അതന്നെ യെസ്. അപ്പൊ അങ്ങനെ 2 കുട വാങ്ങിച്ചോണ്ട് വന്നു. ഇത് എന്തിട്ടത് ഇതുമൊക്കെ കറകുറ ഡിസൈനൊക്കെ ആയിട്ടുള്ള കുട വാങ്ങിച്ചേക്കണു. നല്ല ഭംഗിയില്ലേ എന്തിട്ടത്? വാങ്ങിച്ചോളന്ന ഭംഗി കുറ്റല്ലേ ചേട്ടാ? 470 വല്ലപ്പോഴും. ഇത് ഈഫൽ ടവറാണോ? അതുമേ 470 രൂപ ഉടക്കി, മറ്റേ 430 രൂപ. അല്ല ബ്രൗണാ അങ്ങനെ വാങ്ങിച്ചാൽ മതിയായിരുന്നു. വൈലറ്റ് ഉള്ള കുടയല്ലേ അവിടെ വാങ്ങിക്കുക. ഇതൊരു 2 അവിടെ ആകെ ആരില്ലേ? ഡിസൈൻ ഒന്നും പ്രശ്നമില്ല. കുട വാങ്ങിച്ചല്ലോ. എന്നാ ഉണ്ണി ഇത് പിടിച്ചു. മഴക്കാലമായപ്പോഴേ നമ്മുടെ ബോഗമില്ല ഇത് മുകളിലേക്ക് പടർന്നത്. ഞാൻ ഈ സൈഡിലേക്കുള്ളതൊക്കെ വെട്ടി. പക്ഷെ ഇവ നോക്കിയേ, ഇത് നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് പോകുമ്പോഴാ ആകെ തവിട് പിടിക്കവിടെ പോയി. വെള്ളത്തിൽ മുങ്ങി ഇത് തലയൊക്കെ വെട്ടി ഞാൻ ഒതുക്കിയതായിരുന്നു. പക്ഷെ ഇവൻ മറയ്യ കിടന്നിട്ട് പറയണേ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യ. അപ്പൊ പിന്നെ ഒന്ന് കെട്ടി കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വെച്ചിട്ടാ. കാലത്തന്നെ ഇത് ചെരിഞ്ഞു. ഒരു വെറുതെ കെട്ടി കൊടുത്തു കഴിഞ്ഞാലേ കോഴികളൊക്കെ കരയുന്നുണ്ടല്ലോ. അതൊക്കെ വെട്ടി നിർത്തിയതല്ലായിരുന്നു. അത് എന്തുമാതിരി വളർച്ച അല്ലേ? വേനൽക്കാലാകുമ്പോ അത് മൊത്തം പൂവും. ഇങ്ങനത്തെ ബോഗൺവില്ലകള് ഇങ്ങനെ മരം പോലെ വലുതായി പോണത് എന്നും പൂവുണ്ടാവും അല്ലേ? എല്ലായിടത്തും കണ്ടിട്ടില്ലേ? ചെറുതുകളാക്കി നിർത്തണാണ് ചിലപ്പോ പൂടില്ല. ഇവരത് ഇതൊക്കെ കട്ട് ചെയ്ത് കളയണണ്ട. ഇവര് ഈ വശത്തേക്ക് ഒറ്റ ചില്ല പോലും വരാൻ അനുവദിക്കില്ല. പാടില്ല. പെട്ടടിച്ച് ചേർത്തണ്ടേ? ഇതിനെ അടിച്ച് കളയണം കേട്ടാ. ലോഡ് കൂടുന്തോറും ഇവരെ ഞാൻ 2 പോയോളൂ. ഇങ്ങടെ ആരും വരണ്ട, പുറത്തേക്ക് ആരും വരണ്ട. ഒക്കെ അതിൻ്റെ മുകളിലേക്ക് പോയാൽ മതി. മതി വൃത്തി. മഴ തുടങ്ങിയപ്പോൾ ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഞാൻ ഈ അലക്കലിൻ്റെ അവിടുത്തെ നോക്കിയാ ഇങ്ങനെ കാട് പിടിച്ചൊരു സാധനം. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചേട്ടൻ അത് അവിടെ നിൽക്കുമ്പോ. കളഞ്ഞപ്പോ സമാധാനായി. കാട് പിടിച്ച സാധനം ഞാൻ വലിച്ചൊക്കെ ദൂരെ കളഞ്ഞു. പിന്നെ എങ്ങടെ വലിച്ചു കളഞ്ഞു? അത് വല്ല തണലുള്ള സ്ഥലത്ത് കൊണ്ടൊക്കെയായിരുന്നു. ഫ്രണ്ടിലൊക്കെ ഫ്രണ്ടിൽ വെക്കായിരുന്നു. കാട് പിടിച്ച് വരുന്ന സാധനം കൈത പോലത്തെ ഞാൻ ചെത്തി വെച്ചു. കുഞ്ഞെ ചെത്തി. ഇതേ ഇങ്ങനത്തെ ചെത്തി നിറച്ചതേ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് തുടങ്ങി. ആറ്റം തൊട്ട് ഇങ്ങനെ പോയിട്ട് അവിടെ വരെ. ഇത് റോസ് ചെത്തി എല്ലാത്തിനും വെച്ചിട്ട് ഇവിടെ ഭംഗിയാക്കാൻ പോയി. അവിടുത്തെ ഈ ചട്ടികളൊക്കെ എടുത്ത് മാറ്റി. ഇത് മറ്റേ ഇതാണ് കേട്ടോ, നമ്മുടെ ബോഗൺവില്ലയാണ്. ഇവിടുത്തെ മാറ്റിയിട്ട് ഇത് അവിടേക്ക് വയ്ക്കണം. ഇത് ഇവിടെ വെക്കുമ്പോഴേ ഇത് ഉണങ്ങിപ്പോയി. ആവില്ല. ഇതുമ്പം തൊട്ടൊക്കെ പടർന്നേക്കണേ ഇല്ല അല്ലേ? ഇതിന്റെ തന്നെയാ നമ്മുടെ വീട്ടിലെ ഫ്രൂട്ട്സ് മരങ്ങൾ കാണിക്കാൻ പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ് മരങ്ങൾ അല്ല, ഈ റംബുട്ടാൻ മുഴുവൻ കൊഴിയ. ദൈവമേ, ഇത് വലുതാവില്ല കണ്ടല്ലേ? ഇത് ലോങ്ങനാണ് കേട്ടാ. ലോങ്ങനായി ഭയങ്കര ഉയരായി. പെട്ടെന്ന് തണല കൂടെ ഒരെണ്ണം അപ്പുറത്ത് വെക്കണം എന്നിട്ട് അവിടെ ഒരെണ്ണം കൂടി വെച്ചാൽ വേഗം തണലാന്ന് പറഞ്ഞിട്ട് വെച്ചില്ല അല്ലേ? ഫുലോസാന 2 അപ്പുറത്ത് വെച്ചാണ്. അത് ആ വെച്ചന്ന് എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ നിൽക്കട്ടെ. അതിനേക്കാളും ദയനീയമായ അവസ്ഥയില നിൽക്കണേ. ഒരു കൊല്ലായിന്നുകൊണ്ട് അത് വെച്ചിട്ട് റംബുട്ടാൻ അറിയ കൊഴിയ. അത് ഈ മഴ ഇതാണെന്ന് ഞാൻ പേപ്പറിൽ വായിച്ചു. പിന്നെ അവക്കാടോ ഉണ്ട്. അവക്കാടോ 2 ഉണ്ട് കേട്ടാ. അവക്കാടോ ഇവിടെ ഒരെണ്ണുണ്ട്, ഇവിടെ ഒരെണ്ണം.
പിന്നെ സരിത നോക്കിയേ ഇത് മിറാക്കിൾ കണ്ടില്ല ഫ്രൂട്ട് ഇത് കണ്ടില്ല നോക്കിയേ ഓറഞ്ച് ഉണ്ടായി ഒരു വായിക്ക് കൊള്ളാത്തൊരു ഓറഞ്ചാണ് കണ്ടത് വായിൽ വയ്ക്കാൻ കൊള്ളില്ല ഈ സാധനം ആ ഒരു ഓറഞ്ച് 4 എണ്ണം അന്ന് വെച്ചതാ. പിന്നെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. വാ നമുക്ക് അങ്ങോട്ട് പോവാ. ആ പിന്നെ നിറയെ കായകളുണ്ടായത് മറ്റേ സാധനത്തിൻ്റെ നമ്മുടെ സരിത കണ്ടില്ലല്ലോ സീതപ്പഴം. സീതപ്പഴം അബിയുവിന്റെ ഇല മുഴുവൻ കറുത്തിരിക്കണു. അബിയുവിന്റെ ഇലയമ്മ ഒരു ഫംഗസ് ബാധ പോലെ കണ്ട കറുത്തിട്ട്. ഈ അബിയൂമ മാത്രമുള്ളൂ കേട്ടാ, ബാക്കിയുള്ള അബിയൂമലൊന്നും ഇല്ല. ഇതെന്തിട്ടാ സംഭവം ഒന്നും അറിയില്ല. സീതപ്പഴം നിറയണ്ടായിട്ട് കണ്ട നോക്കിയേ, നീ കണ്ടില്ലേ സരിത സീത ഇവിടെയൊക്കെ നിറയണ്ടായിട്ട്. ഇതിലെല്ലാം ഇതുപോലെ മഴക്കാലമായപ്പോഴേ ഇവിടെയൊക്കെ സ്ലിപ്പ് ആവണതില്ല, ഓടി നടക്കാൻ അതെ. ഇവിടെ മരങ്ങളുള്ളത് കൊണ്ടേ മഴ മാറിയാലും കുറെ സമയത്തേക്ക് വെള്ളം നനവ് അങ്ങനെ തന്നെ നിൽക്കും, ഉണങ്ങില്ല. ഈ ഭാഗത്തേക്ക് ഉണങ്ങും. ഇവിടെ ഇപ്പം മരങ്ങളില്ലല്ലോ, പക്ഷെ അവിടുത്തെ ഉണങ്ങില്ല. അവിടുത്തെ ഒന്ന് ഉണങ്ങി എപ്പോഴെങ്കിലും ഉണങ്ങി വരുമ്പോഴത്തേക്കും പിന്നെ അടുത്ത മഴ പെയ്യും. അപ്പൊ അത് കാരണം അവിടെ വഴുക്കലുണ്ട്. പിന്നെ ചേട്ടൻ വഴുക്കി പോയില്ലേ ഇവിടെയൊക്കെ നമ്മള് ചെത്തി വെച്ചുവിട്ടാ. അതിങ്ങനെ എന്താ നമ്മളന്ന് വെച്ചത് മുഴുവൻ കണ്ടില്ലല്ലോ, ഇങ്ങനെ വെച്ചു. ആ സൈഡ് ഫുള്ളായിട്ടും വെച്ചു. പൂവുണ്ടാവുമ്പോ കാണിച്ചു തരും. പൂ വിരിഞ്ഞു ഇങ്ങോട്ട് വാ. അത് വാങ്ങിക്കുമ്പോ ഉണ്ടായിരുന്നല്ലേ പൂവ് വിരിയണണ്ട, മഞ്ഞപ്പൂ വിരിയണണ്ട. ടടേ നമ്മുടെ വീടിന്റെ മുന്നത്തെ മുറ്റത്തും പൂ വിരിഞ്ഞു തുടങ്ങി. അതെ, മുൻവശത്ത് പൂക്കളില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പരാതി. ഞങ്ങൾക്കും അതെ അതറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് സനീഷൻ, അവൻ്റെ പേര് തൊട്ടാ സുമേഷ് അല്ല സനീഷ് തന്നെ, സനീഷിന്റെ അടുത്ത് പറഞ്ഞേ ഇവിടെ പൂക്കൾ വേണം എന്ന് പറഞ്ഞിട്ട് അവൻ വെച്ചതുമ്പോൾ ഒന്നും പൂവില്ല. അതൊക്കെ ഈ ചെത്തികളൊക്കെ മഞ്ഞ് പിങ്ക ഏത് കളറൊക്കെയാണോ വെച്ചേണോ ആ വെച്ചതാണ് ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് കൃഷി സ്ഥലത്തിന്റെ അവിടേക്ക് പോയിട്ട് വരാം. വലിയേട്ടന്റെ പറമ്പിൽ വെള്ളം നോക്കിയേ കണ്ടാ. വലിയേട്ടന്റെ പുറത്തേക്ക് ഇറങ്ങണ വർക്ക് ഏരിയന്ന് മുറ്റത്തേക്ക് ഇറങ്ങണ ലാസ്റ്റ് ചവിട്ടുപടിയുടെ ഒപ്പത്തിന് വെള്ളം കണ്ടാ. പറമ്പ് മൊത്തം വെള്ളമായി. നല്ല മഴക്കാലല്ലേ, അപ്പൊ പിന്നെ ഇതിലും അപ്പുറം വരും. നോക്കിയേ വെള്ളം നമ്മുടെ ഇതിലൊക്കെ വെള്ളമായി കണ്ടാ. നമ്മുടെ ഇതിലൊക്കെ ഇപ്പൊ ഒന്നും നടാൻ പറ്റാത്ത അവസ്ഥയായി കണ്ട. എല്ലാം വെള്ളത്തിൽ മുങ്ങി കണ്ടാ. ഇത്രയ്ക്ക് വെള്ളമാണ്, ഇത്രയ്ക്ക് കാണത്തിലാണ് വെള്ളം ഇവിടെ നിൽക്കുന്നത്. അപ്പൊ എന്തൊരു ചെയ്യാൻ പറ്റാ. നാടല്ലേ പോട്ടെ, ഉള്ളതൊക്കെ പോവാവോ? ഒക്കെ പോയി. വെള്ളത്തിലാ നിക്കണേ. വെണ്ടയൊക്കെ വെള്ളത്തിലാണ് നിൽക്കുന്നത്. എല്ലാം വെള്ളത്തിലായി. കയ്പക്കായ ഒക്കെ പോയി, ഒക്കെ മഞ്ഞിച്ചു കണ്ട. എന്തോരം കയ്പക്കായ ഉണ്ടായത് നോക്കിയേ. നോക്കി സാർ എന്തോരം കയ്പക്കായ ഉണ്ടായത് നോക്കിയേ. ഒക്കെ മഞ്ഞിച്ച് ഒക്കെ പോയി കണ്ട. ഇതിലൊക്കെ നിറയെ കയ്പക്കായ നിൽക്കുന്നത്. അത് അടിപൊളിയായിട്ടുണ്ടായതാ. ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടായതാ. പക്ഷെ എന്തൊരു ചെയ്യാ. ഈ സാരഥിക്ക് ചീത്ത പറയാൻ പറ്റിയിട്ടൊരു സാധനം കാണിച്ചു തരട്ടെ ഞാൻ. ഇതല്ല ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുള്ളതല്ല, അത് മുന്നേ പിന്നെ ഞാൻ എന്തിനാ ചേട്ടനെ ചീത്ത പറയണേ? അല്ല, അത് കാരണുണ്ടെന്ന്. അതപ്പ എന്തോ ഒപ്പിച്ചിട്ടുണ്ട് അർത്ഥം. ഈ പപ്പയ്ക്ക് ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല. അത് പറ്റാറാവണല്ലോ, പറ്റും, സമയമില്ല ഇവിടെ. അതെ, ഇവിടുത്തെ തമാശ എന്താ പറയുക, നമ്മുടെ ചാണം കൊണ്ടുവന്ന് ലോഡ് കൊണ്ടുവന്ന് ഇറക്കിയത് അത് മുഴുവൻ ഇങ്ങനെ പരന്ന് കിടക്കാണ്. അപ്പം എന്താ വെച്ചാൽ കൂട്ടാൻ വയ്ക്കാനായിട്ടേ കോവക്കായ പൊട്ടിക്കാനായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ ചാണം വെള്ളത്തിൽ കിടന്ന് നടന്നിട്ട് വേണം നമുക്ക് കോവക്കായ പൊട്ടിക്കാൻ. നോക്ക് മോന്ത നോക്ക്. ഒരു വർഷക്കാലത്ത് ചാണാടി എന്തിനാ പറഞ്ഞിട്ട് കാര്യം, ഞാൻ പറയണില്ല, നിർത്തി പറയണത്. കോവക്കായ പൊട്ടിക്കാനായിട്ടുള്ളുണ്ട്, പക്ഷെ ഇത് എങ്ങനെയാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാ. വല്ല അസുഖം വരും ചേട്ടൻ ഇങ്ങോട്ട് പോന്നേ, വല്ല കാലുമേ കൂടെ വല്ല ഇതുകളൊക്കെ കേറും. അല്ല വല്ല വേണ്ടാന്ന് കോവക്കായ നിറച്ച്. ഓ 4500 വരെ ചാണാണ് ഈ എടുക്കണേ, പിന്നെയാണ് 10 രൂപ വരെ കോവയ്ക്ക. അപ്പൊ എന്തിട്ട് അതിനെങ്ങനെ ചേട്ടൻ അവിടെ കോരിയെടുക്കാൻ പോണേ? എങ്ങനെ അവരവിടെ കിടന്നോളും. അവര് ഇനി മഴ പെയ്യുമ്പോ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ നമ്മള് ഒരു 2 ലിറ്റർ ചോര പോവും. ഒരു 10-50 കൊതുകാണ് ഒരുമിച്ച് പൊതിയണേ, അറച്ചു കൊതുക് അവിടെ. 2 കോവക്കായ പൊട്ടിച്ചത്. ഇനി നമ്മുടെ പയറുണ്ട്. അവിടെ അന്ന് അടിച്ചു വാരിയത് എന്താ കാര്യം നോക്കി
ഇല കൊഴിഞ്ഞിട്ട് മാവിന്റെ ഇല. പിന്നെ 2 കായും കൊലച്ചു കേട്ടാ, അല്ല 2 വാഴയും കൊലച്ചു. ഇത് റോബസ്റ്റ് കൊലച്ചു കേട്ടാ, റോബസ്റ്റ് കൊലച്ചു. പിന്നെ ഈ നേന്ത്രവാഴയും കൊലച്ചു. ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുക. ഈ പപ്പ എത്ര അടിപൊളി വലുതായി നോക്കി സരിത കേട്ടാ. ഇതിപ്പോൾ മഞ്ഞപ്പിച്ച് തുടങ്ങി. ഒരാഴ്ച കൂടിയും ഒരു 3-4 ദിവസം കൂടി ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ ഇവർ ബുധാഹവ അവരും കഴിക്കും. ഈ ഭാഗം കുറച്ചുകൂടി ഉയർന്ന സ്ഥലം അവിടെ തന്നെയാണ്, അതുകൊണ്ട് ഇവിടെ അത്രയ്ക്ക് വെള്ളം ഇല്ല. എല്ലാ സ്ഥലം പോയി. ചോളൊക്കെ നല്ല ഇതിൽ വരുന്നുണ്ട്, പക്ഷേ എന്ന് വേണമെങ്കിൽ പോവാം. ചോളം പെട്ടെന്ന് പോവില്ലേ. ചോളത്തിന് ഈ പ്രതിരോധശേഷി ഇത്തിരി കൂടുതലാണ്. പിന്നെ അസോളയ്ക്ക് മാത്രം വലിയ കുഴപ്പമില്ലാണ്ട് അവർ നിൽക്കുന്നുണ്ട് കണ്ട. അസോള പിന്നെ വെള്ളത്തിൽ തന്നെയല്ലേ? അല്ല, അതിന് കുഴപ്പമില്ലാന്ന്. അത് വെള്ളത്തിൽ തന്നെയല്ലേ, അതിന് വെള്ളത്തിലല്ലേ നിൽക്കേണ്ടത്. അപ്പൊ നിറഞ്ഞു തേട്ടണില്ല. പിന്നെ ഇതില്ലേ കൊള്ളിയൊക്കെ വെള്ളത്തിലാണ്, ഒക്കെ വെള്ളത്തിലാണ്. ഒന്നും ചെയ്യാനേ പറ്റില്ലേ, കളയ്ക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായി നമുക്ക്. അത്രയ്ക്ക് വെള്ളമായി ഇവിടെയൊക്കെ. ചുണ്ടങ്ങിൻ്റെ ഇട്ട് തരുന്ന പൊട്ടിക്കാൻ അതൊക്കെ വെള്ളത്തിലായി. പിന്നെ ഇവിടെ കുമ്പളങ്ങ ഒരെണ്ണുണ്ടായിരുന്നു, നട്ടത്. അത് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പൂവട്ടതായിരുന്നു, പക്ഷെ അതും പോയി. നമ്മുടെ കൃഷി കാണാനായിട്ട് വരണം എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പൊ വന്നിട്ട് യാതൊരു കാര്യമില്ല അല്ലേ? ഇവിടേക്ക് നടക്കാൻ പേടിയാ. അതിൻ്റെ ഉള്ളിൽ വല്ല പാമ്പ് എടുക്കണ്ടാവും, അത്രയ്ക്കധികം ചവറ എടുക്കണേ. നോക്കിയേ, ഒരു അത്ഭുത സാധനം നോക്കിയേ. തവള നോക്കി, തവളപ്പതാ നോക്കിയേ, തവള മുട്ടയിട്ടിട്ട് കണ്ട. അമ്മേ, മരത്തുമ്മല മുട്ടയിട. മാവിന്റെ ഇതുമേ കണ്ട, മാവിന്റെ ഇതുമ്മിലാണ് മുട്ടയിട്ട് പോണത് പത. ഇതെങ്ങനെ ഇവിടെ വന്നിട്ട് മുട്ടയിടുന്ന സാധനം കണ്ട, ഇതെങ്ങനെ ഇവിടെ വന്നിട്ട് മുട്ടയിടുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് 2 കോവയ്ക്ക. എന്താ ചിരിക്കണ ചേട്ടൻ? കോവക്കയാണെങ്കിൽ എന്തോരം വേണമെങ്കിലും പൊട്ടിച്ചേരാം. എവിടെന്ന്? അതിൽ നിൽക്കണം മാത്രല്ല. വേണ്ട വേണ്ട വേണ്ട, വെള്ളത്തിൽ ചെന്നിട്ടേ അതിന്നൊക്കെ ഉള്ള വില ഈ വിരകളൊക്കെ ഉണ്ടാവും, അതിങ്ങനെ കാലിൽ കൂടെ ശരീരത്തിൽ കയറും. അങ്ങനെ വായിച്ചിട്ടില്ലേ പേപ്പറിൽ ഓരോന്നും? എന്തുട്ട പണി? നാടൻ കോഴിയെ തൊലി വറുത്ത് വെക്കേ. ആ നാടൻ കോഴി ചെറുതുകളല്ലേ അവരെ ഇപ്പൊ ലാസ്റ്റ് വാങ്ങിച്ചോരെ അവറ്റകളെ കൊല്ലാറായ 5 മാസമായില്ലേ നടക്കാൻ ഇറങ്ങിയത് മഴക്കാലത്ത്. വർഷകാലം വന്നിട്ട് ചെയ്യാ, മൂടി പോച്ചിരിക്കുക വീട്ടില്, അല്ലെങ്കിൽ TV കണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുറയ്ക്കാനായിട്ട് തിന്നാനായിട്ട്. ഞങ്ങള് വർഷകാലത്തെ കൃഷി കൂർക്കത്തല കിട്ടിയില്ലേ പ്രാവശ്യം? ഇച്ചെടുത്തുണ്ടാ? അതിന് വെക്കാനായിട്ട് മഴയും തോരണ്ടല്ലേ? മൊത്തത്തില് ആകെ നനഞ്ഞു. കഴിഞ്ഞ അടപ്പത്തായ കോഴി? അതെ, അത് കാരണം ഓടിയില്ലേ? അത് കുഴപ്പമില്ല കടാ, എല്ലാ സ്ഥലത്തേ വെള്ളാണ്. അപ്പൊ ഈ സമയത്ത് നമുക്ക് കൃഷി ചെയ്യാനായി പറ്റില്ല. ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വഴുതനങ്ങ ഉണ്ട് കുറച്ച്. വഴുതനങ്ങ എല്ലാവർക്കും ഉണ്ട്. വഴുതനങ്ങയ്ക്ക് ഒരു കേടും വരില്ല. മതിൽ കെട്ടിയതല്ലേ, അപ്പൊ അപ്പുറത്തെ തോട്ടിലേക്ക് വെള്ളം പോണത് കണ്ടിട്ട് അന്ന് ചേട്ട ഇറങ്ങി നടന്ന് സംസാരിച്ച തോട് കാണിക്കുമോ ചോദിച്ചിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ കാണിക്കാൻ പോണത്. ആകെ സ്പോഞ്ച് പരിവാണ്. ഇതാണ് ഞാൻ നടന്ന് തോട് ഇട്ടാ കണ്ട, വെള്ളം കണ്ട പോണ കണ്ട, നല്ല രീതിയിലുള്ള. ഇപ്പൊ ആ മതിലിപ്പ ഇടിയൂട്ടാ, ആ മതിലില്ലേ, ആ മതിലില്ലേ, അത് ഇങ്ങോട്ട് മറിഞ്ഞു വീഴും. അപ്പൊ ഈ തോട്ടിയോടെ പോകാനും പറ്റില്ല നമുക്ക് ആർക്കും.
തോട്ടി കൂടെ ആര് പോണു? അല്ലെങ്കിൽ ഈ അല്ല വെള്ളത്തിൽ വെറുതെ പോയി കഴിഞ്ഞാൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നു. ഈ വെള്ളത്തിൽ കൂടെ ആര് പോണു? അല്ല ആ സാധനം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നു മേത്തി. വെള്ളം വറ്റുമ്പോ ആണോ പറയണേ? വെള്ളം പറ്റുമ്പോഴായാലും വെള്ളമുള്ളപ്പോഴായാലും വെള്ളമുള്ള പാരതി കൂടെ പോണേ. വെള്ളമുള്ളപ്പോ ആരും പോലിയ. വെള്ളം ഇല്ലാത്തപ്പോ പോയി കഴിഞ്ഞാൽ വീഴില്ലേ. വെള്ളം ഉള്ളപ്പോഴും പോയാലും വീഴും. എപ്പോ പോയാലും വീഴും. മനസ്സിലായി നിനക്ക്? ആ മതില് ചെരിഞ്ഞു ചെരിഞ്ഞിട്ടാ നിക്കണേ. ചെറിയേട്ടനൊന്നും ഇവിടെ ഇല്ലേ? ഞായറാഴ്ചല്ലേ ചിലപ്പോ ഇല്ല. ഈ മഴ കാരണം പുറത്തേക്കൊന്നും പോകാൻ സാധ്യതയില്ല ആരും. ഇപ്പൊ പണിയെടുക്കാനായിട്ട് ഒന്നുമില്ല. പോയി കളയ്ക്കാൻ എന്തെങ്കിലും ഒരു എന്റെ പണികൾക്കൊന്നിനും കുറവില്ല ചേട്ടാ. എന്റെ പണികൾക്കൊന്നിനും കുറവില്ല. മഴ പെയ്താലും ചോറ് വെക്കല്, കൂട്ടാൻ വെക്കല്, അങ്ങനത്തെ പണികൾക്ക് കുറവില്ലാന്ന്. ചേട്ടന് ടോട്ടൽ ഫ്രീ ആണ് ഇപ്പൊ. ഒരു പണിയുമില്ല. സുഖസുന്ദരം. കാലത്ത് എഴുന്നേൽക്കുന്നു, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഒരു കാര്യം ചെയ്യാം, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ വരാം അടുക്കളയിലേക്ക്. അവന് ശരിയില്ലേ? ചേട്ടൻ വരാറില്ലല്ലോ. പാത്രം കഴിയണം. പുറത്തേക്ക് ചാടിയത് അതെ. എത്ര ചാത്തന്മാരുണ്ട്? തെരഞ്ഞിട്ട് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പെടകളെ ചോദിച്ചപ്പോഴേ ആള് തരയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞങ്ങള് പോവാ. ചെളിയിൽ നിന്ന് വർത്താൻ പറയാൻ രസല്ലേ? ഞാൻ ചേച്ചിയുടെ അടുത്ത് ഒന്ന് കേറിട്ട് വരാം. ചെളിയിൽ നിന്നിട്ടേ വർത്താൻ പറയാൻ രസല്ലേ? ബെഞ്ചും ഇരിക്കാൻ പറ്റാണ്ടായില്ലേ? അല്ല ചേട്ടാ, ബെഞ്ചും ഇരിക്കാൻ പറ്റാണ്ടായില്ലേ? അതല്ലേ, ബെഞ്ചിന് ഒരു റെസ്റ്റ് വേണ്ടേ? ഇന്നല്ല ചേട്ടന് നാടൻ കോഴിയാ. കോഴി കുമ്പളങ്ങിയുണ്ടാ? അപ്പൊ അടുപ്പൂതണ് ഇടയ്ക്കെങ്കിലും അല്ലൻ ചേട്ടനെ കണ്ടില്ലെങ്കിലേ നമ്മുടെ പ്രേക്ഷകർക്ക് ഭയങ്കര സങ്കടമാണ്. അത് കാരണം ഞങ്ങൾ അല്ലൻ ചേട്ടനെ കാണിക്കണം. കോഴിയും കുമ്പളങ്ങി വെക്കുന്നത് അല്ലല്ല, കുമ്പളങ്ങി ഇല്ലേ, നാടൻ കോഴി മാത്രം. ആ കായാണോ ഇടണേ? കായ ഇടണ്ടാ? മത്തങ്ങ കഴിഞ്ഞില്ലേ? കോഴിയിൽ മത്തങ്ങ ഇടും എല്ലാവരും. അല്ല, ഞാൻ ചോദിച്ചത് അവിടത്തെ മത്തങ്ങ കഴിഞ്ഞേ കൊണ്ടുപോയി കത്തില്ലേ? ആ അടുപ്പത്ത് അങ്ങോട്ട് വെക്കണ് കണ്ടിട്ട് ഞങ്ങക്ക് പോവാനാ. ചേച്ചി താലം പിടിച്ച് നിന്നിട്ട് കൊറേ നേരായി. ഒന്നര കിലോനുള്ള കോഴി പിടിച്ചിട്ടില്ലേ? ചിക്കന്റെ മൂടിയും തുറന്ന് കാണിച്ചാ മൂടിന്ന് പൊക്കിയ നാടൻ കോഴി കണ്ടു. ശരിതാ, അടുപ്പ് വയ്ക്കണത് നല്ലതല്ല അത്ര. എന്നിട്ട് ചട്ടിയാ? അല്ല, അടുപ്പ് വെച്ചിട്ട് ഭക്ഷണം കഴിക്കണതില്ലേ, പൊട്ട അത്ര ആരോഗ്യത്തിന്. വിറകടുപ്പം വയ്ക്കണതാ? താര പറഞ്ഞേ? വിറകടുപ്പുമ്പോ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കണത് ആരോഗ്യത്തിന് പൊട്ടയാന്ന് ചേച്ചി എവിടെയോ കണ്ടു. അതാരാണ്ട് തെറ്റി പറഞ്ഞ, അയാൾക്ക് ഇല്ലാത്ത പൊങ്കാലില്ല. അത് തന്നെ. ആ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ആ പണ്ട് കാലത്ത് വീട്ടമ്മ അമ്മമാരൊക്കെ എല്ലാവർക്കും വെച്ച് തന്നത് ഈ വിറകടുപ്പ് വെച്ച് ഇതൊരു അസുഖം ഒന്നുമില്ല. നോണ പറയണതല്ല. പോവാ നമുക്ക്. പോവാ. അപ്പൊ ഒരു കൂട്ടാൻ ഞങ്ങളുടെ വലിയ വിളവെടുപ്പ് കഴിഞ്ഞ് ഞങ്ങള് പോവാണ് കേട്ടാ. വേണല്ലേ ചേട്ടന്? കോവക്കായ ഉണ്ട് പൊട്ടിക്കാൻ. ചാണത്തിലാണ് നിക്കണത്, ഇത്ര മുട്ടിനൊപ്പം ചാണവെള്ളത്തില്. അത് ഞാനും പറഞ്ഞതാ ഇറക്കണേലും മുന്നേ. കേക്കണ്ടേ? പറഞ്ഞ നമ്മള് പറഞ്ഞാലും കേക്കൂ. അടിപൊളി വാളാണ്. തെങ്ങുമ്പോ നോക്കി ലോഡ് നാളികേരം വെച്ചിട്ട് അടുത്ത പോലെ ഉണ്ടാവാ. അപ്പൊ ഇതൊക്കെ നമ്മള് മാറ്റി പറയേണ്ടി വരുന്നു. മാറ്റി പറയേണ്ടി വരും. നോക്കിക്കോ, നാളികേരം മയാണ്. ഇതുപോലൊരു വളം സജീവിന്റെ തെങ്ങ് തൈക്ക് കിട്ടില്ല ഒരു കാലത്തും. അയ്യോ, ജഗ്ഗു 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 വായോ. പോരെ പോരെ, ഞാൻ പോവാണ്. വഴി പുഴയായി കണ്ടാ. സരിത പുഴയിലേക്ക് നടക്കുന്നത്. അവിടെ വരെ നടക്കും സ്വല്പം. ഞാനൊന്നുമില്ല. ടൈസൺ ഭംഗി വെച്ചൂല. ടൈസനെ കണ്ടിട്ട് സുന്ദരൻ
വയസ്സായി കണ്ട ടൈസന്റെ മുഖം നോക്കി ചേട്ടാ. വയസ്സായി. അച്ചോ ടൈസൺ അവിടെ വേലി കിട്ടിയതിന് ശേഷം അങ്ങോട്ട് വന്നിട്ടില്ല. മുത്ത് ഭയങ്കര സ്നേഹത്തിന്. അച്ഛൻ പറയും പെയിന്റ് അടിക്കാരൻ വന്നു എന്ന് പറയും. കാരണം അത് എപ്പോഴും കാലിൻ്റെ അവിടെ വന്നിട്ട് ദീവാലോണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു. നമ്മുടെ അച്ഛൻ പറയാ പെയിന്റ് അടിക്കാരൻ വന്നു. ഒഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് ഇനി ആള് പോവില്ല. വെള്ളത്തേ കയറാണ്ട് വരാള്. വെള്ളത്തേ കയറാണ്ടേ പണിസ്ഥലത്ത് അതിനങ്ങോട്ട് കയറി. അപ്പൊ അല്ലാണ്ട് അവിടെ നിന്ന് വന്നു, നടന്നിങ്ങനെ വന്നു. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പണിയെടുക്കാണ്ട് എങ്ങനെ കഞ്ഞി കുടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ രീതി. സരിതാനെ ഞാൻ സഹായിക്കാൻ തീരുമാനിച്ചു. എന്നെ സഹായിക്കുന്നു വേണ്ട. എന്താ എന്നെ സഹായിക്കണ്ടേ? എന്റെ പണികൾ ഞാൻ ചെയ്തോണ്ട് അത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഇഷ്ടം. സഹായിക്കാൻ എന്ന് പറഞ്ഞ വ്യാജന വന്നിട്ട് എനിക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കി തരും. നിനക്ക് വിളവെടുപ്പ് തന്നില്ലേ? അടിപൊളി. ചേട്ടന് കുറച്ച് നാളായിട്ട് ഇപ്പൊ രാവിലെ ഈ അരിയാണ് കേട്ടാ 100% തവിടുള്ള 100% ഇല്ലേ അല്ലത്? 100. അതെ 100%. അതെ അത്രക്ക് കഞ്ഞി. അതിന്റെ കഞ്ഞിയാണ് കേട്ടാ. കഴുകട്ടെ. അതിൽ വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇതിൽ ഉപ്പിട്ടിട്ടാണ് വേവിക്കണേ. എനിക്ക് ശരിക്കും അങ്ങോട്ട് ഉപ്പ് അങ്ങോട്ട് പിടിക്കാനായിട്ടേ കല്ലുപ്പിട്ടു. ഇതൊരു വിസിലടിച്ചിട്ട് 20 മിനിറ്റ് സിമ്മിലിടും, തീ കെടുത്തിടും. എന്നിട്ട് പിന്നെ അതിൻ്റെ സ്റ്റീം പോയി കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ പാകത്തിന് വെന്തുണ്ടാവും. പല കുക്കറിലും പല വേവാവും കേട്ടോ. പല അരിക്കും പല വേവാവും. പിയെ എനിക്ക് അങ്ങനെ ചെയ്യണേ. എവിടെയാ ഇന്നലെ ചേട്ടൻ അവിടേക്ക് പോയിട്ട് പറമ്പിലേക്ക് പോയി വിളവെടുത്ത് കൊണ്ടുവന്ന സാധനങ്ങളാണിത്. അപ്പൊ ഇത് ഉപ്പേരിക്കല്ലേ ഇപ്പൊ? അതുകൊണ്ട് ഉപ്പേരി വെച്ചിട്ട് എപ്പ കഞ്ഞി കുടിക്കാൻ ഞാൻ? അതെ ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് പോകുമ്പോഴേ. അല്ല ചേട്ടൻ അവിടെ പോയിട്ട് അവിടെ കുറച്ച് സമയം വർത്താനം പറഞ്ഞിരുന്നു ചേച്ചി അല്ല ചേട്ടനായിട്ട്. വർത്താനം പറഞ്ഞിരുന്നത് ഇതിൽ കാണിച്ചില്ല. അല്ല ചേട്ടൻ്റെ റിട്ടയർമെന്റിനെ കുറിച്ചിട്ടും പിന്നെ അങ്ങനത്തെ പറഞ്ഞ് അങ്ങനെ കുറെ വിശേഷങ്ങൾ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. സമയം പോയി. ചമ്മന്തി അരച്ചാ മതി. മീൻ വറക്കണില്ലേ? അത് മതി. വേഗം ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി മതി. അത് മതി. അപ്പൊ ചെമ്മീൻ ചമ്മന്തി റെഡി. മീൻ വറക്കാൻ പോവാ. അതിന് മുന്നേ ഞാൻ ഒരു പാത്രം കാണിച്ചു തരണേ. പ്രൊമോഷൻ ഒന്നല്ല കേട്ടാ. 3649 രൂപ എണ്ണി കൊടുത്ത് വാങ്ങിച്ചതാ. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ കേട്ടാ. ഇത് വില എത്രയാണെന്നറിയോ ചേട്ടാ? 4000 എത്ര കൂടാണ് ഇതുമ്മേ ഈ MRP ട്ടാ. ഒരു മിനിറ്റേ 4490 അങ്ങോട്ട് തോന്നുന്നുണ്ട്. കണ്ണാട വെച്ചിട്ടില്ല, വേറെ ശരിക്കും കാണാനില്ല. എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിലേ എന്നിട്ട് ഇതിനെ പറയാ സ്റ്റാഹൽ എന്നങ്ങടാൻ തോന്നുന്നു. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയില്ല. നമ്മുടെ വീട്ടിൽ ഈ മീൻ വറക്കണ പാത്രം മറ്റേ എന്താ പറയുക
നോൺ സ്റ്റിക്കിൻ്റെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1000 രൂപയിൽ താഴെ വരുന്ന പോലത്തേക്കാണ് വാങ്ങിക്കാറ്, 600 800 ആ റേഞ്ചിലുള്ളത്. അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 5 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അതുമ്പോൾ നിറച്ച് വര വീണ് തുടങ്ങും, അത് ഇങ്ങനെ കോട്ടിങ് പോയി തുടങ്ങും. അപ്പോൾ ബിന്ദു ചേച്ചിയുടെ അവിടെ നായരമ്പലത്ത് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടുത്തെ പാത്രങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ആ പാത്രങ്ങളൊക്കെ ഓരോ പാത്രങ്ങളും കാണണം. അവിടുത്തെ കുക്കറും ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ പാത്രങ്ങളായാലും എല്ലാം ഹൈ ക്വാളിറ്റി സാധനങ്ങൾ. എല്ലാ 30 25 20 കൊല്ലം പഴക്കമുള്ള പാത്രങ്ങൾ അവിടെ ഉള്ളതൊക്കെ ഒക്കെ പുത്തം പോലെ ഇരിക്കുന്നു. ഇപ്പോഴും ഒന്നിനൊരു ഇതുമില്ല. 25,000 വരെ പാത്രം കാണിച്ചെന്നില്ല ഒരെണ്ണം. അതുപോലത്തെ എല്ലാം നല്ല വിലയുള്ള പാത്രങ്ങളാണ്. കുക്കറൊക്കെ കാണണം, അവിടുത്തെ ടൈമറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റണ പോലത്തെ. അപ്പോൾ നല്ല വിലയേറെ സാധനം വെച്ച് കഴിഞ്ഞാൽ ആ വാങ്ങിക്കുമ്പോഴത്തെ ആ ഒരു ഇനീഷ്യൽ ചിലവാണ് നമുക്ക് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ എന്താ പറയാ പിന്നെ ഒരു നോക്കണ്ട തന്നെ. അപ്പൊ നമ്മൾ എന്നിട്ട് ഈ 1000 രൂപ വരെ പാത്രം വാങ്ങിച്ചിട്ട് 6 മാസം ഉപയോഗിക്കും, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല, വീണ്ടും ഒരു 1000 വരെ പാത്രം വാങ്ങിച്ചു. ഇതിങ്ങനെയാണ് തന്നെ വരുന്നത്. ഇപ്പം 3649 വരെ പാത്രം കേട്ടോ. ഭയങ്കര കന ട്രൈപ്ലൈയുടെ. സാധാരണ നോൺ സ്റ്റിക്കിന്റെ പാത്രം അലുമിനിയം ആണല്ലോ, സ്റ്റീലാണ്. ഇത് നോക്കട്ടെ, ഇത് പുറത്ത് നോക്കിയിട്ട് 15 ദിവസത്തെ റിട്ടേൺ പോളിസി പിടിക്കുകയാണെങ്കിൽ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് റിട്ടേൺ അടിക്കാം. പറയണ്ടല്ലേ ഇങ്ങനെ. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള പാത്രമൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിച്ചതാട്ടാ ഓൺലൈനിൽ. അല്ലാണ്ട് ഇത് പ്രൊമോഷനൊന്നല്ല, പുറത്ത് നോക്കിയിട്ട് പറയാം വിശേഷം. ഇവിടെ ഇപ്പൊ കൊറേ പാത്രങ്ങളായി, ട്രൈപ്ലൈയുടെ പാത്രങ്ങളെല്ലാം ഭയങ്കര കനായി. അപ്പൊ ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും. എന്തിട്ടാണ് അവണ്ടാവും ഈശ്വരാ. പിടിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. വെക്കാൻ പോവാ, പിടിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. എത്രണ്ണാ വെക്കുന്നത്? കൊള്ളണത് വെക്കും. കൊള്ളണത് ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ അത് പറയും. എന്തേ നമ്മള് 2 പേരും മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ആണ് അതിന് പ്രസക്തിയുള്ളോ? നമ്മൾ 2 പേരുള്ളപ്പോഴാണ് ചേട്ടാ ഒറ്റ സംഖ്യയിൽ മീൻ വറക്ക. ഈ മാന്തളല്ലേ എന്തൊരു രസം അറിയോ. ഞങ്ങള് ഇന്നലെ മറ്റേ സ്റ്റീലിന്റെ ഇതിൽ വറുത്തൂട്ടാ, പകുതി എടുത്തിട്ടേ ബാക്കിയുള്ള ഫ്രീസറിൽ വെച്ചു, മുഴുവൻ നന്നാക്കിയില്ല. അപ്പോ അരിപ്പൊടി ഇട്ടിട്ടാ വറുത്തേ. കുറച്ച് പിടിച്ചു, എന്നാലും കിട്ടി അല്ലേ അരിപ്പൊടി ഇട്ടിട്ട് വറക്കുമ്പോ. ആ ഇത് നമ്മുടെ സുനന്ദ ചേച്ചി തന്നിട്ടുള്ളതാ. ഇതിന് മൂടി ഉണ്ട് കേട്ടാ, ഇതിന്റെ മൂടിയാണിത്. നീ വറക്കാനായ കാരണം കൊണ്ട് ഈ സാധനം വെച്ചു. ചേട്ടനൊന്ന് നോക്കിയേ, 2 2 4 3 7 മീൻ. 2 എനിക്ക്, 2 ജഗുലും 3 ചേട്ടന്. എങ്ങനെയായാലും ഒരെണ്ണം കൂടുതൽ വരും. അല്ല കൂടാത്തറം ചെയ്തിട്ടത് ഞാനൊന്നും ചെയ്തിട്ടില്ല. ചേട്ടൻ വറക്കുമ്പോഴും ഞാൻ വറക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇല്ല. നല്ല പാത്രമായാൽ മതിയായിരുന്നു. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരുവിധമൊക്കെ ട്രൈപ്ലൈയുടെ പാത്രങ്ങളായി. അത് ഇൻഡസ് വാലിയിൽ നമ്മളന്ന് മറ്റേ പ്രൊമോഷൻ ചെയ്തപ്പോൾ നമുക്ക് അയച്ചെന്ന പാത്രങ്ങൾ, പിന്നെ അതുകൂടാണ്ട് നമ്മൾ ന്യൂ കേരളയിൽ നിന്ന് വാങ്ങിച്ച പാത്രങ്ങൾ അതൊക്കെ ആയിട്ടേ. എന്നിട്ട് അധോലോകം കൂടിയപ്പോഴേ പാത്രം കഴുകാനുള്ള പണി ശശിയേട്ടനെ കൊടുത്തത്. ശശിയേട്ടൻ ഇതിങ്ങനൊരു വരവുണ്ട്. എല്ലാ പാത്രങ്ങളും കൂടെ പണി കഴിഞ്ഞപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി അലക്കലിൻ്റെ അവിടേക്ക്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊക്കെ തേച്ച് കഴുകി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആളിങ്ങനെ നിവർന്നിട്ട് കരുതി കൂട്ടി കനുള്ള പാത്രങ്ങൾ കൊണ്ടുവന്നിട്ട്, എന്തൊരു കന നിൻ്റെ പാത്രങ്ങൾ, മനുഷ്യൻ്റെ തണ്ടൽ കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ശശിയേട്ടൻ. നമ്മൾ ചായ വയ്ക്കാനായിട്ട് ഇതിൽ ചായ വയ്ക്കും. ഇത് കുഞ്ഞിയ പാത്രമല്ലേ, അപ്പോൾ കൂടുതൽ പേരുണ്ടാകുമ്പോൾ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈപ്ലൈയുടെ തന്നെ ഒരെണ്ണം ലുലുന്ന് വാങ്ങിച്ചത്. അത് മൂടിയുണ്ട് കേട്ടാ, വിനോദിൻ്റെ. ഇത് ട്രൈപ്ലൈ തന്നെയാണ്. ഇതിന് എത്ര വില എന്നറിയോ? 1189 രൂപ. MRP തന്നെ ഉണ്ടാവും അല്ലേ അവിടേക്കും. എല്ലാം കനുള്ള പാത്രങ്ങൾ ഇവിടുത്തെ. നോക്കി നോക്കട്ടെ ചേട്ടാ. എടുത്തു നോക്ക്. അയ്യോ പിടിക്കണ അവിടെ ഞാൻ തല്ലി കൊല്ലും. ഇല്ല 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 പിടിക്കില്ലേ. പിടിക്കില്ലേ ചേട്ടാ.
രക്ഷപ്പെട്ടു. ഇതിന് സ്റ്റീലിന്റെ ഇത് ഉപയോഗിക്കാൻ പാടൂ. ഇതിന്റെ കോട്ടിങ് ഒരു വേറെ ടൈപ്പാ. ഇതിമ്മ മറ്റേ നോൺ സ്റ്റിക്ക് കോട്ടിങ് പോലത്തെ കോട്ടിങ് അല്ല ഇതുമുള്ളത്. മറ്റേ മരത്തിന്റെ ഇത് ഉപയോഗിക്കേണ്ടി വരാവോ? മരത്തിന്റെ ഉപയോഗിക്കും. മരത്തിന്റെ ഉപയോഗിക്കും. ഉപയോഗിക്കാം അല്ലേ? മരത്തിന്റെ മരത്തിന്റെയാണ് ഉപയോഗിക്കാൻ പാടുള്ള തരുത. അല്ല തൊട്ട് കൊടുത്തപ്പോൾ പോകുന്നില്ല. പോന്നു. വെളിച്ചെണ്ണ കുറവാ തോന്നുന്നു അല്ലേ? പലിഞ്ഞീനുണ്ട്. പലിഞ്ഞീനാണ് ഈ വിട്ടു പോരണേട്ടാ. കണ്ട സമാധാനായി. കുഴപ്പമില്ല. ഇനി എനിക്ക് കഞ്ഞി കുടിക്കാന്ന്. ചേട്ടന്റെ കഞ്ഞി വെള്ളം കുറവാട്ടാ. എന്റെ റെഡ് കഞ്ഞി. ഇനി നോക്കിയേ, നമ്മുടെ അസൽ ചെമ്മീൻ ചമ്മന്തി, ഉണക്ക ചെമ്മീൻ ചമ്മന്തി, മാന്തൽ വറുത്തത്. ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? പണിയെടുക്കാണ്ട് കഞ്ഞി കുടിക്കുക. അല്ല, പണിയെടുക്കാൻ പറ്റാണ്ടല്ലേ മഴ കാരണം. നിന്റെ വായന്ന് വെള്ളം വരുന്ന? അയ്യോ, ജഗ്ഗുന്റെ വായന്ന് വെള്ളം വരുന്നു. അടിപൊളിയായിട്ട് കഞ്ഞി കുടിക്കുന്ന. ഞങ്ങള് കഴിച്ചോളാം, ചേട്ടൻ കഴിക്കും. അതെ, ഈ മാതല്ലേ അടിപൊളിയായിട്ടാ. ഭയങ്കര ടേസ്റ്റ്. ഇവർക്ക് ഈ കഞ്ഞി ഇഷ്ടമല്ലേ അധികം. ഭയങ്കര മോരപ്പൊന്ന് പറയാ ഇവര് കഞ്ഞിന. അതെ, എനിക്ക് ഞാൻ അതൊന്നല്ല കേക്കണേ. ഞാൻ സത്യം പറഞ്ഞ മഴ നോക്കിയിരിക്കുക. ഈ തിണ്ണയമ്മ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇരിക്കാൻ നല്ല രസമാണ്. ചിലപ്പോൾ ശല്യം ഉണ്ടാവും, ഈ ഷീറ്റുമ്മേ വെള്ളം വീണ ശബ്ദം ചിലപ്പോ. അമ്മ അച്ഛനും ഭാവിയൊക്കെ വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവര് വരുന്നുണ്ട്. ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ചക്കിട്ടോളുണ്ട് ചേട്ടാ, ചക്കലിശ്ശേരി ഉണ്ടാക്കാം. അപ്പൊ ഞാൻ കഞ്ഞി കുടിക്കട്ടെ. പണിയെടുക്കാണ്ട് കഞ്ഞി കുടിക്കുക, മഴയും കണ്ടുകൊണ്ട്. നമ്മളുടെ വീട് റിനോവേറ്റ് ചെയ്തില്ലോ 4 വർഷം മുൻപ്. അപ്പോൾ ആൽവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൽവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയേൺ ചെയ്യാനായിട്ടൊരു ടേബിള് ശരിയാക്കി തന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എവിടെയാണ് വേണ്ട സ്ഥലമൊക്കെ അന്ന് നോക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വെച്ചില്ല. അപ്പോൾ വീട് പണി കഴിഞ്ഞ സമയത്ത് അച്ഛൻ പിടിപ്പിച്ചരാന്ന് പറഞ്ഞ അവിടെ കണ്ണംകുളങ്ങര അന്ന് കാണിച്ചു തന്നില്ലേ, ലിഫ്റ്റൊക്കെ കാണിച്ച വീഡിയോയിൽ അവിടെ മടക്കിയിടാൻ പറ്റണ ഒരു സാധനം അച്ഛൻ അവിടെ സെറ്റാക്കിയത്. അപ്പോൾ അതുപോലത്തെ അച്ഛൻ ഇവിടെ പിടിപ്പിച്ചരാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ വെക്കണ ഒരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ അന്നേ അച്ഛൻ വാങ്ങിച്ചോണെന്ന് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 4 കൊല്ലമായി അതവിടെ ഇരിക്കുന്നു, ഇതുവരെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ അച്ഛനും അമ്മയും ഭാവയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാലത്ത്. അപ്പോൾ അവരിപ്പോൾ പോവാന്ന്. അപ്പോൾ ഇവിടെ കറണ്ടും ഇല്ല. അച്ഛൻ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു അത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഡ്രില്ല് മെഷീനും അങ്ങനെ അത് തുളച്ച് വെക്കണമല്ലോ. അപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല ഇവിടെ. എപ്പോഴാണ് കറണ്ട് വന്നത്? 7 മണി 7 മണിയായി എപ്പോഴാണ് കറണ്ട് വന്നത്. അപ്പോൾ എന്തായാലും അത് വന്ന സ്ഥിതിക്ക് പിടിപ്പിച്ചിട്ടാണ് പോകണല്ലോ എന്ന് പറഞ്ഞിട്ട് അവരിവിടെ ഇരുന്നു. ഈ റൂമിലാണ് പിടിപ്പിക്കണത്. ഇവിടെയാണ് പിടിപ്പിക്കണത്, ഈ ചുമരുമ്മ. ഞാൻ പറഞ്ഞില്ലേ അന്ന് 4 കൊല്ലം മുന്നേ അച്ഛൻ വാങ്ങിച്ചോണം എന്നാണിത്. ഇത് കണ്ട ഈ സാധനം, ഇത് കണ്ട. ഇതുമ്മ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ അടഞ്ഞ് അപ്പോൾ ഇതിനോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കും. ഇതേ പറഞ്ഞ അച്ഛൻ പിടിപ്പിക്കാനുള്ളത് അവിടെ സെറ്റാക്കി. ഇത് ഇവിടെ വെക്കാനുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള പലകയാണിത്. ഈ പലകയമേ ഇതും അച്ഛൻ തന്നെയാട്ടാ വാങ്ങിച്ചിട്ട് ഒരു ഓട്ടോയിൽ കൊടുത്തയച്ചെങ്കിട്. അത് കുറച്ച് നാൾ മുന്നേ കൊടുത്തയച്ചെങ്കിട്. ഇരട്ടിപ്പണി ഒഴിവാക്കണമെങ്കിൽ അമ്മ കൂടെ വേണം. അച്ഛൻ എന്തൊക്കെ പണി ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടോ അതൊക്കെ പിന്നെ അമ്മ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ കുറവ് എന്താണെന്ന് അമ്മ അപ്പം കണ്ടുപിടിക്കുക. അതൊക്കെ ആദ്യം അഴിച്ച് ചെയ്യേണ്ടി വരാറുണ്ട്. അത് കാരണം ഇപ്പം അമ്മ കൂടി ഉണ്ട്. ഇനി ഈ പലകയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്കില്ലേ, ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ. ഈ സാധനം വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനത്തെ 2 എണ്ണം. എന്നിട്ട് ഈ പലകയ്ക്ക് വരാം മൾട്ടിവുഡിൻ്റെ ടേബിൾ. ഇത് എന്താ പറയുക, പീസാണെങ്കിൽ നല്ല വൈറ്റ് കളറിലിരിക്കും, നല്ല ഭംഗിയിലിരിക്കും കേട്ടാ. അല്ല അച്ഛാ, അത് മടക്കിയിടുമല്ലോ. മടക്കിയിടുമ്പോ ഈ പലക കഷ്ണല്ലേ ഇവിടെ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഭംഗി ഉണ്ടാവില്ലല്ലോ കാണാൻ.
ഈ പലകയാട്ട വെക്കാൻ പോണം അവിടെ. നമുക്കിനി വേണമെങ്കിൽ മാറ്റിയിട്ട് മൾട്ടിവുഡിൻ്റെ ഇപ്പം ഇത് മാറ്റിയിട്ട് മൾട്ടിവുഡിൻ്റെ വേണമെങ്കിൽ ഒരു പീസ്. അതാകുമ്പോൾ നല്ല വൈറ്റ് കളറിലിരിക്കേ. മടക്കിടുമ്പോഴും ചുമരോട് ചേർന്ന് കിടക്കുമ്പോൾ ഭംഗി കേട് ഉണ്ടാവില്ല, തോന്നും. അതന്നെ ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഇത് പച്ചൻ വാങ്ങിച്ചോണ്ട് വന്നതാ. അപ്പം അച്ഛൻ പറഞ്ഞ എന്തിനാ ഭംഗി, നമുക്ക് കാര്യം നടന്നാൽ പോരെ എന്നാണ് അച്ഛൻ പറയണത്. അല്ലെ പിന്നെ ഇതുമ്പോൾ മൈക്കില്ലേ വൈറ്റ് ഇതേ ഇപ്പം ഇത് ചെയ്തേക്കണ പോലെ ഇത് കണ്ട. ഇതുമ്പോൾ മൈക്ക് ഒട്ടിച്ചേക്കാം. ഇതൊക്കെ മൈക്ക ഒട്ടിച്ചേക്കണതാണ് പ്ലൈവുഡുമ്മേ ഈ ഡോറൊക്കെ. അതുപോലെ മൈക്കര ഷീറ്റ് ഇതുമ്പോൾ വേണമെങ്കിൽ ഒട്ടിക്കാം. പക്ഷേ ചൂട് വരുമ്പോഴേ നമ്മൾ തേക്കുമ്പോൾ ചൂട് വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പശ വിട്ടുപോരും തോന്നുന്നുണ്ട്. ചോദിച്ചോ കാൽവിൻ്റെ അടുത്ത്. അങ്ങനെ അത് വിട്ടു പോരില്ല എന്നുണ്ടെങ്കിൽ മൈക്കര ഷീറ്റ് ഒട്ടിച്ചാൽ മതി. അല്ലാ ചെയ്യും നമുക്കൊരു മൾട്ടിവുഡിൻ്റെ ഒരു പീസ് വാങ്ങിച്ചിട്ട് ഇത് മാറ്റിയിട്ട് ഞാൻ ഇനി അച്ഛൻ വരുമ്പോൾ മാറ്റിപ്പിക്കാം. കണ്ടാ രണ്ട് സാധനം ഉണ്ട്. അതുമ്പോൾ പിടിച്ചിട്ട് രണ്ടുമ്പലും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പോരും. നമുക്ക് തേക്കേണ്ട സമയത്ത് വെറുതെ എങ്ങനെ പൊക്കിയാൽ മതി. അത് തുണി ഇനി പുതപ്പ തൊട്ടാച്ചിട്ടിട്ട് തേക്കുക. അവരിതേ പോവാ കാറ്റ കൊടുക്ക്. പേടിയാ പാപ്പ പോണ പേടി. ഇവിടെ എന്തോ ഭയങ്കര മഴയായിരുന്നേ. അപ്പോൾ എന്തോ മരം വീണിട്ട് അങ്ങോട്ട് തോന്നുന്നു കറണ്ട് പോയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് വന്നേ. അല്ലെങ്കിൽ അത് കാരണം കൊണ്ട് അച്ഛൻ അത് പിടിപ്പിക്കാൻ പറ്റാ. ഡ്രില്ലിങ് മെഷീൻ വർക്ക് ചെയ്യാനായിട്ട് കറണ്ട് വേണ്ടേ. തുന്തുരുവിന് ഈ പാചകത്തിൻ്റെ ഈ കടയുള്ള കാരണം കൊണ്ടാണ് വേപ്പിൻ്റെ എല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഇവിടെ എന്തായാലും കുറേ ഉണ്ടല്ലോ. അങ്ങനെ പോയി അച്ഛനമ്മി.